അപ്പോൾ ഫോം കൺട്രോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഫോം കൺട്രോളിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിക്കുക വിഡ്ജറ്റ്സ് ഓർ കമ്പോണൻസ്. ഫോം കമ്പോണൻസിൻ്റെ വേറെ പേരാണ്, ഫോം കൺട്രോളിൻ്റെ വേറെ പേരാണ് കമ്പോണൻസ് അല്ലെങ്കിൽ വിഡ്ജറ്റ്സ്. എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. എഴുതിയോ? ദ സെറ്റ് ഓഫ്, അടുത്ത സെൻറ്റൻസ്, ദ സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് കൺട്രോൾസ് ഇൻ എ ഫോം, the set of all values of controls in a form is called form data. ഫോം ഡാറ്റ, ഫോമിലുള്ള കൺട്രോൾസ്, അതായത് അതിനകത്ത് ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് കാണും, അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഡൗൺ കാണും, അല്ലെങ്കിൽ ഒരു റേഡിയോ ബട്ടൺ കാണും. അങ്ങനെയുള്ള എല്ലാത്തിനുമാണ് കൺട്രോൾസ് എന്ന് പറയുന്നത്. കൺട്രോൾസ് അല്ലെങ്കിൽ വിഡ്ജറ്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ്. കൺട്രോൾസിൻ്റെ വേറെ പേരാണ് വിഡ്ജറ്റ്സ് ഓർ കമ്പോണൻസ് എന്നും പറയും ഫോമിനകത്തുള്ള. അങ്ങനെയുള്ള കമ്പോണൻസിൻ്റെ വാല്യൂസിനെല്ലാം കൂടെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫോം ഡാറ്റ എന്ന് പറയുന്നത്. ഫോം ഡാറ്റ. ക്ലിയർ ആണോ? വീട്ടിൽ ബഹളം ഇല്ലാത്ത ആരെങ്കിലും 1-2 പേര് അഡ്മിറ്റ് ചെയ്ത് വെച്ചോട്ടോ. ആരുടെയും വീട്ടിൽ ഐഡിയലി ബഹളം കാണാൻ പാടില്ല. നിങ്ങളൊരു വലിയ ബഹളം ഇല്ലാത്ത അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. കാരണം ക്ലാസ് ആണല്ലോ. For form data to be processed on server, to be sent to server, to be sent to server, we need a submit button. ഒരു ഫോമിൽ ഒരു സബ്മിറ്റ് ബട്ടൺ എന്തായാലും കാണണം. കാരണം ഫോം എന്ന് പറയുന്നത് എന്താണ്? ഫോം എന്ന് പറയുന്നത് ഒരു ഡാറ്റയാണ്. കുറേ ഡാറ്റ ഒന്നിച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫോം നമുക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ, ആ പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റ സെർവറിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ ഫോമിൽ ഒരു സബ്മിറ്റ് ബട്ടൺ കാണണം. ആ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ഫോമിനകത്തുള്ള എല്ലാ ഡാറ്റയ്ക്കും കൂടെ പറയുന്ന പേരാണ് ഫോം ഡാറ്റ എന്ന് പറയുന്നത്. ഫോം ഡാറ്റ സെർവറിലേക്ക് പോകണമെങ്കിൽ ഒരു സബ്മിറ്റ് ബട്ടൺ കാണണം. On clicking submit button, the entire form data is encoded and sent to server. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഫോമിലുള്ള ഫോം ഡാറ്റ മുഴുവൻ, അതിലെന്തെല്ലാം ഫീൽഡ്സ് ഉണ്ടോ അതിൻ്റെ ഡാറ്റ, അതിൽ നമ്മൾ എൻ്റർ ചെയ്തേക്കുന്ന ഡീറ്റെയിൽസ് മുഴുവൻ എങ്ങോട്ട് പോകും? സെർവറിലേക്ക് പോകും. ഒരു സെർവറിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സെർവർ എന്ന് പറഞ്ഞാൽ വെബ് സെർവറാണ്, അതായത് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തേക്കുന്ന സെർവറാണ്. ക്ലയൻറ്റിൻ്റെ സൈഡിലാണ് ഫോം ഫില്ല് ചെയ്യുന്നത്. ക്ലയൻറ്റിൻ്റെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഒരു വെബ് ബ്രൗസറിലായിരിക്കും ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ വെബ് ബ്രൗസറിൽ ഫില്ല് ചെയ്യുന്ന ഡാറ്റ നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്യാണ്, സെർവർ സൈഡിലേക്ക് സെൻഡ് ചെയ്യണം. അതായത് സെർവറിലായിരിക്കും ഡാറ്റാബേസ് ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻഡ് ചെയ്യാണ്. അങ്ങനെ സെൻഡ് ചെയ്യണമെങ്കിൽ ഒരു സബ്മിറ്റ് ബട്ടൺ വേണം. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഡാറ്റ എൻകോഡ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അത്രയും ഓക്കെ. ആക്ഷൻ ടാഗ് എന്താണെന്ന് എഴുതിയോ? ആക്ഷൻ ഉണ്ടെന്ന് എഴുതിയുള്ളോ? കേൾക്കത്തില്ല. ശ്രീലക്ഷ്മി എന്താ പറഞ്ഞേ? ഫോം ഡാറ്റ എന്താണെന്ന് എഴുതിയായിരുന്നോ?
അല്ല ഫോം ആക്ഷൻ എന്താണെന്ന് എഴുതിയായിരുന്നു ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഫോം ഹാസ് 3 ആട്രിബ്യൂട്ട്സ്. ഫോം ജനറലി ഹാസ് 3 ആട്രിബ്യൂട്ട്സ്. അതിൽ കൂടുതലുണ്ടാവും, 3 നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. ആദ്യത്തേത് ആക്ഷൻ. ആക്ഷൻ ആട്രിബ്യൂട്ട് specifies the URL. എന്താ URL? Form attribute specifies the URL of the page to be called on submit. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പം ഏത് URLിലേക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ് ആക്ഷനിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഫോം ടാഗ് ക്യാൻ ഹാവ് 3 ആട്രിബ്യൂട്ട്സ് എന്ന് നിങ്ങൾ എഴുതണ്ട കേട്ടോ. ഫോം ആട്രിബ്യൂട്ട്സ് ഓഫ് ഫോം ടാഗ് എന്ന് എഴുതിയാൽ മതി. ഈ 3 ആകാവുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല, അതിൽ കൂടുതലും ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി വെച്ചാൽ മതി. 3 പാടുള്ളൂ എന്നൊന്നുമില്ല, ഈ 3 തന്നെ വേണമെന്നുമില്ല. ഇതിൽ ഏതെങ്കിലും വേണേൽ നമുക്ക് ഉപേക്ഷിക്കാം. പക്ഷെ സാധാരണ നമ്മൾ 3 എഴുതുന്നത്. അതിൽ ഒന്നാമത്തെ അതാണ് ആക്ഷൻ. ആക്ഷനിനകത്ത് നമ്മൾ ഏത് പേജിലേക്കാണ് പോകേണ്ടതെന്നാണ് എഴുതുന്നത്. എക്സാമ്പിൾ ആക്ഷൻ ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് കോട്ട്സിലാണ് സാധാരണ വാല്യൂ കൊടുക്കുന്നത്. ഒരു മെത്തേഡ് ഡോട്ട് PHP എന്ന് പറയുന്ന ഒരു പേജിലേക്ക് പോകണമെന്നായിരിക്കും ചിലപ്പോൾ എഴുതുന്നത്. PHP പേജ് എന്ന് പറഞ്ഞാൽ സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. HTML പേജാണ് നമ്മൾ ഇതുവരെ കണ്ടത്. PHP നമ്മൾ 3rd മൊഡ്യൂൾ പഠിക്കുമ്പോൾ പഠിക്കും. PHP എന്ന് പറയുന്ന സാധനം സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സാധനമാണ്. സെർവറിൽ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് HTML പേജ് കേട്ടോ. നമുക്ക് HTML നേരിട്ട് എഴുതാം, പക്ഷേ PHP പേജ് എക്സിക്യൂട്ട് ചെയ്തിട്ട് സെർവറിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് ക്ലയൻറ്റിലേക്ക് കൊടുത്തു വിടുന്നത് HTML പേജായിട്ടാണ്. അപ്പോൾ ആ ഏത് പേജാണ് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഏത് പേജിലേക്ക് പോകണം. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ സബ്മിറ്റ് ബട്ടൺ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അവർ കാണിക്കുമായിരിക്കും താങ്ക് യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്നൊക്കെ കാണിക്കും. അപ്പോൾ ആ പേജിൻ്റെ URL ഏതാണോ അതാണ് ആക്ഷനിൽ കൊടുക്കേണ്ടത്. അടുത്ത ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് മെത്തേഡ് ആട്രിബ്യൂട്ട്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുന്ന് ഡാറ്റ അങ്ങോട്ട് സെൻഡ് ചെയ്യേണ്ടതിൻ്റെ മെത്തേഡ് എന്താണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. സ്പെസിഫൈസ് ദ ടെക്നിക് that should be used to send form data to server. അതിൽ പല ടൈപ്പ് ഉണ്ട്. അതിൽ ഗെറ്റ് ഉണ്ട്, പോസ്റ്റ് ഉണ്ട്, അങ്ങനെ പലതുണ്ട്. ബൈ ഡീഫോൾട്ട് ഗെറ്റ് ആയിരിക്കും. മെത്തേഡ് ഈക്വൽ ടു ഗെറ്റ് എന്ന് കൊടുക്കാം, പോസ്റ്റ് എന്ന് കൊടുക്കാം. മെത്തേഡ് കൊടുത്തിട്ടില്ല എങ്കിൽ ഗെറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. ഗെറ്റ് ആണേലും പോസ്റ്റ് ആണേലും ഇൻ ബോത്ത് ഗെറ്റ് ആൻഡ് പോസ്റ്റ് the form data is encoded into a text string. ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് അത് സെൻഡ് ചെയ്യുന്നത്. എൻകോഡ് ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് ആയിട്ടായിരിക്കും, ആൽഫബറ്റ്സ് ഒക്കെ ഉള്ള ഒരു ടെക്സ്റ്റ് ആയിട്ടായിരിക്കും വിടുന്നത്. ഇൻറ്റു എ ടെക്സ്റ്റ് സ്ട്രിങ് കോൾഡ് query string. ക്വറി നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തുവാ ക്വറി? SQL ക്വറി. എന്താണെന്നറിയോ ക്വറി? ക്വറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡാറ്റാബേസിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമാൻഡ് കൊടുത്തു വിടുന്നതിനാണ് ക്വറി എന്ന് പറയുന്നത്, SQL ക്വറി. അപ്പോൾ ഈ കേസിൽ നമ്മൾ
ഈ കേസിൽ നമ്മൾ സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തു വിടുകയാണ്. അതിന് ക്വറി സ്ട്രിങ് എന്നാണ് പറയുന്നത്. എൻകോഡഡ് ആയിട്ടാണ് വിടുന്നത്. ഇനി ഗെറ്റ് ഉണ്ട്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്വറി സ്ട്രിങ് എന്ന് പറയുന്നത് URL തന്നെ ആയിരിക്കും. appended to URL. അത് ഞാൻ കാണിച്ചു തരാം, നമുക്ക് കാണാൻ പറ്റും. ക്വറി സ്ട്രിങ് ഈസ് appended to URL. ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഗെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. മെത്തേഡിൽ 2 ടൈപ്പ് ഉണ്ട്, ഗെറ്റ് പോസ്റ്റ് ഉപയോഗിക്കാം. ഗെറ്റാണ് ബൈ ഡീഫോൾട്ട്. ഗെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഗെറ്റ് നമ്മൾ ഡാറ്റ URL ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. URL എങ്ങനെ സെൻഡ് ചെയ്യും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ URL ആണ് സെൻഡ് ചെയ്യുന്നത്. അപ്പം പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഫോമിലെ ഡാറ്റ ഫോം ഡാറ്റ ഇൻ URL ഫോം ഡാറ്റ കാണാൻ പറ്റും. ഇറ്റ് ഡിസ്പ്ലേസ് ഫോം ഡാറ്റ ഇൻ URL. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വലിയ ഫോമൊക്കെ ആണെങ്കിൽ URLൻ്റെ ലെങ്ത് സെർവേഴ്സ് ബ്ലോക്ക് ചെയ്യും. One problem with this is that some servers limit length of URL. ഇത് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആകുന്നില്ല എന്ന് എനിക്ക് അറിയാം. അതിപ്പോൾ ക്ലിയർ ആവും, അടുത്ത പറയാൻ പോകുന്ന അതാണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ക്ലിയർ ആവും. ഇപ്പോൾ ഒന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ലെങ്ത് ഓഫ് URL. അപ്പോൾ ചിലപ്പം then data might be trimmed off. അപ്പോൾ ഡാറ്റ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഫോമിൽ എന്തെല്ലാം ഡാറ്റ ഉണ്ടോ നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ മൊത്തം URL അപ്പൻഡ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അങ്ങനെ URL അപ്പൻഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ചില സെർവറുകൾ ആ സെർവറിലേക്ക് വരുന്ന URLൻ്റെ ലെങ്ത് ലിമിറ്റ് ചെയ്യും. ഇപ്പോൾ 3000 ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. എക്സാമ്പിൾ ഒരു 3000 ക്യാരക്ടർ മാക്സിമം URL പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ 3000 ക്യാരക്ടർ കഴിഞ്ഞുള്ള ഡാറ്റ എല്ലാം നമുക്ക് ലോസ് ആയി പോകും. കാരണം നമ്മുടെ ഡാറ്റ എല്ലാം URL അപ്പൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അത്രയും മനസ്സിലാക്കി വെക്കുക. ഞാൻ കാണിച്ചു തരാം. ഇനി പോസ്റ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ appends query string to query string inside body of HTTP റിക്വസ്റ്റിനകത്താണ് പോകുന്നത്. അപ്പോൾ അതിന് ഇറ്റ് ഹാസ് നോ സൈസ് ലിമിറ്റേഷൻ. ഇറ്റ് ഹാസ് നോ സൈസ് ലിമിറ്റേഷൻ. ഇത് പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് URL ഒന്നും കാണാൻ പറ്റില്ല. URL ആ ഡാറ്റയൊന്നും കാണില്ല. അത് HTTP റിക്വസ്റ്റ് നമ്മുടെ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് പോകുന്നതിനകത്ത് എംബഡ് ചെയ്തിട്ടായിരിക്കും വിടുന്നത്. അപ്പോൾ അത് എൻകോഡഡ് ഫോമിലായിരിക്കും. അത് നമുക്ക് ഡാറ്റ കാണാൻ പറ്റില്ല. URL കാണുന്ന പോലെ കാണാൻ പറ്റത്തില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്നത് യൂഷ്വലി യൂസ്ഡ് ഫോർ സെൻസിറ്റീവ് ഡാറ്റയ്ക്കാണ് പോസ്റ്റ് യൂസ് ചെയ്യുന്നത്. കാരണം URL അപ്പൻഡ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അത് പോകുന്ന വഴിക്കുള്ള ആൾക്കാർക്ക് ആ URL കിട്ടുന്ന ആൾക്കാർക്കെല്ലാം അതിൻ്റെ ഡാറ്റ കാണാൻ പറ്റും. പക്ഷേ പോസ്റ്റ് ആണെങ്കിൽ URL അപ്പൻഡ് ചെയ്യില്ല. URL അപ്പൻഡ് ചെയ്യാത്തതുകൊണ്ട് ഡാറ്റ HTTP റിക്വസ്റ്റിനകത്തായിരിക്കും പോകുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ URL പ്രസ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഒരു HTTP റിക്വസ്റ്റ് സെർവറിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ സബ്മിറ്റ് പ്രസ് ചെയ്യുമ്പോഴും ഒരു HTTP റിക്വസ്റ്റ് സെർവറിലേക്ക് പോകുന്നുണ്ട്. ആ HTTP റിക്വസ്റ്റിനകത്ത് എംബഡ് ചെയ്തായിരിക്കും വിട്ടേക്കുന്നത്. അപ്പോൾ ഡാറ്റ ഏതാണെന്ന് നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പാടായിരിക്കും സെർവറിനല്ലാതെ. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇനി ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ടാർഗറ്റ് എന്താണ് ചെയ്യുന്നത്? ടാർഗറ്റ് നിങ്ങൾ ഓൾറെഡി മറ്റേ ഹൈപ്പർ ലിങ്ക് പഠിച്ചതാണ്. ആ സെയിം വിൻഡോയിൽ ഓപ്പൺ ചെയ്യണോ വേറെ വിൻഡോയിൽ ഓപ്പൺ ചെയ്യണോ എന്നുള്ളതാണ്. ടാർഗറ്റ് ഡീഫോൾട്ട് ബ്ലാങ്ക് ആണ്. നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുള്ളതാണ്, അതുകൊണ്ട് വീണ്ടും എഴുതണ്ട. ഇതിനു മുമ്പ് നമ്മൾ ആങ്കർ ടാഗ് പഠിച്ചില്ലേ, ഹൈപ്പർ ലിങ്ക്, അതിനകത്ത് എഴുതിയിട്ടുണ്ട് ടാർഗറ്റ് ആട്രിബ്യൂട്ട് എന്നാണ് ചെയ്യുന്നതെന്ന്.
അല്ലേ? അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് കേട്ടോ. അവിടുത്തെ എല്ലാ ക്യാരക്ടേഴ്സും ഇവിടെയുണ്ട്. ബൈ ഡീഫോൾട്ട് അത് ബ്ലാങ്ക് ആയിരിക്കും. സെയിം വിൻഡോയിൽ ഓപ്പൺ ചെയ്യും. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ടാർഗറ്റ് അതാണ് 3 ആട്രിബ്യൂട്ട്സ്. ഇനി നമ്മൾ അകത്ത് കൺട്രോൾ എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അകത്തെ എലമെന്റ്സ് നമ്മൾ പറയുന്ന പേരാണ് കൺട്രോൾ അല്ലെങ്കിൽ വിഡ്ജറ്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. ഫോമിനകത്തുള്ള ഫോം എന്താണെന്നുള്ളത് കാര്യം ക്ലിയർ ആണോ? നമുക്ക് കുറേ ഡാറ്റ വേണം. ആ വേണ്ടിയ ഡാറ്റ എല്ലാം കൂടെ നമ്മൾ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് പോലെ ആക്കുകയാണ്. ആ പാക്കറ്റിന് പറയുന്ന പേരാണ് ഫോം എന്ന്. ആ ഫോമിൽ ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവണം. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ആ ഡാറ്റ അങ്ങോട്ട് സെൻഡ് ആവും. എങ്ങനെ സെൻഡ് ചെയ്യണം എന്നുള്ളത് മെത്തേഡിൽ പറഞ്ഞു കൊടുക്കും. ഏത് പേജാണ് അടുത്തത് കാണിക്കേണ്ടതെന്നുള്ളത് ഏതിൽ പറഞ്ഞു കൊടുക്കും? ആക്ഷനിൽ പറഞ്ഞു കൊടുക്കും. ആണല്ലോ. ഇനി കൺട്രോൾസ്. മോസ്റ്റ് ഓഫ് ദ കൺട്രോൾസ് ഇൻസൈഡ് ഫോം ആർ സ്പെസിഫൈഡ് യൂസിങ് ഇൻപുട്ട് ടാഗ്. ഇൻപുട്ട് ടാഗ് എന്ന് പറയുന്ന ടാഗ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് കൺട്രോൾസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഇൻപുട്ട് ടാഗ് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. ഇൻപുട്ട് ടാഗ്. അപ്പോൾ ഇൻപുട്ട് എന്നുള്ളത് നിങ്ങൾ ടാഗായിട്ട് തന്നെ എഴുതിക്കും. ഞാൻ പറയുന്നത് കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ബ്ലഡ് ആണോ? ഹലോ 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 പോയാ? കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ടോ? ഇടയ്ക്കൊന്ന് നെറ്റ് പോയായിരുന്നു തോന്നുന്നു. ഇപ്പൊ കാണാൻ തോന്നുന്നു അല്ലേ? ആ. അപ്പൊ എവിടെ വരെയാ നിങ്ങൾ കേട്ട? ടാർഗറ്റ് ഞാൻ പറഞ്ഞ കേട്ടായിരുന്നോ? ഓക്കെ. അത് കഴിഞ്ഞ് പറഞ്ഞത് ഫോമിനകത്ത് കുറേ ഇൻപുട്ട് എലമെന്റ്സ് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോം ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇൻപുട്ട് എലമെന്റ്സ് അല്ലെങ്കിൽ ഫോം അതിന് പറയുന്ന പേരാണ് കൺട്രോൾ അല്ലെങ്കിൽ വിഡ്ജറ്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ്. അത് സ്പെസിഫൈ ചെയ്യുന്നത് ഇൻപുട്ട് ടാഗ് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. എല്ലാ മറ്റും അങ്ങനെയല്ല, എന്നാലും അധികം ഇൻപുട്ട് ടാഗ് ഉപയോഗിച്ചിട്ടാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി ഇൻലൈൻ ടാഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇൻലൈൻ ടാഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ടാഗ് കഴിഞ്ഞാൽ അടുത്ത ടാഗ് അടുത്ത ലൈനിലായിരിക്കും കാണിക്കുന്നത്. പക്ഷേ ഇൻപുട്ട് ടാഗ് എന്ന് പറയുന്നത് ഒരു ഇൻലൈൻ ടാഗാണ്. ഒന്ന് നോട്ട് ചെയ്തു. ഇറ്റ് ഈസ് ആൻ ഇൻലൈൻ ടാഗ്. ദാറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ഷോൺ ഇൻ സെയിം ലൈനിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ പാരഗ്രാഫ് നിങ്ങൾ കണ്ടു. പാരഗ്രാഫ് എന്ന് കൊടുത്താൽ അടുത്ത ലൈനിലായിരിക്കും ആ പാരഗ്രാഫ് കാണിക്കുന്നത്. H1 എന്ന് കൊടുത്താൽ ഹെഡ് 1 അടുത്ത ലൈനിലായിരിക്കും അത് കാണിക്കുന്നത് അല്ലേ? വീണ്ടും പോയാ? അപ്പോൾ അങ്ങനെ സാധാരണ എല്ലാ ടാഗുകളും അങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെ അല്ലാത്ത ചില ടാഗുകളുണ്ട്. അതായത് ആ ടാഗ് അടുത്ത ലൈനിലേക്ക് പോകില്ല. സെൻറ്റർ ടാഗ് നിങ്ങൾ കണ്ടു. സെൻറ്റർ ടാഗ് ഇല്ലേ? സെൻറ്റർ ടാഗ് അടുത്ത ലൈനിൽ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു ടെക്സ്റ്റിന് ഇടയ്ക്ക് കൊടുത്താൽ അത് ആ ലൈനിൽ തന്നെയാണ് കാണിക്കുന്നത് അല്ലേ? ആണോ? അങ്ങനത്തെ ടാഗുകൾക്കാണ് ഇൻലൈൻ ടാഗ് എന്ന് പറയുന്നത്. ഇൻപുട്ടും അതുപോലെ തന്നെ ഒരു ടാഗാണ് ഇൻലൈൻ ടാഗ്. അപ്പോൾ ഇൻലൈൻ ടാഗ് എന്താണെന്ന് ചിലപ്പോൾ 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓർത്ത് വെക്കുക. ഇൻലൈൻ ടാഗ്സ് ആർ ദോസ് ടാഗ്സ് വിച്ച് വിൽ ബി ഡിസ്പ്ലേഡ് ഇൻ ദ സെയിം ലൈൻ അൺലൈക്ക് അതർ ടാഗ്സ്. അങ്ങനെ എഴുതണോ? Unlike other tags which will be displayed in next line. സെയിം ലൈൻ കഴിഞ്ഞ് ഫോമായിട്ടാണ് കേട്ടോ. സാധാരണ ടാഗുകളെല്ലാം അടുത്ത ലൈനിലാണ് കാണിക്കുന്നത്. പക്ഷേ ഈ പെർട്ടിക്കുലർ കേസിൽ അത് സെയിം ലൈനിൽ കാണിക്കും. അങ്ങനത്തെ കുറേ ടാഗുകളുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് ഇൻപുട്ട് ടാഗ്. സെൻറ്റർ ടാഗ് അതിന് വേറൊരു എക്സാമ്പിളാണ്. സെൻറ്റർ എന്ന് പറയുന്ന ടാഗ്. ക്ലിയർ ആണോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇൻലൈൻ ടാഗുകളും അല്ലാത്ത ടാഗുകളും. പാരഗ്രാഫ് ടാഗ്, H1 ടാഗ് അതൊക്കെ ഇൻലൈൻ ടാഗുകളല്ല. കാരണം അത് ഡീഫോൾട്ട് അടുത്ത ലൈനിലേ കാണിക്കുകയുള്ളൂ. ആ ടാഗ് കണ്ടാൽ അപ്പം തന്നെ അടുത്ത ലൈനിൽ പോയി ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്.
ഇനി ഇൻപുട്ട് ടാഗ് ഉണ്ട്. ഇൻപുട്ട് ടാഗിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻപുട്ട് ടാഗിന് ഒരു ആട്രിബ്യൂട്ട്, ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ടാഗാണ്, അതിന് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും അല്ലേ. ആട്രിബ്യൂട്ട്സും ടാഗുകളും അറിയാമല്ലോ. ടാഗുകളുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടാഗിനകത്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് ടാഗിന് ഒരു മാൻഡേറ്ററി ആട്രിബ്യൂട്ട് ഉണ്ട്. ഇൻപുട്ട് ടാഗ് ഹാസ് വൺ മാൻഡേറ്ററി ആട്രിബ്യൂട്ട്. വൺ മാൻഡേറ്ററി ആട്രിബ്യൂട്ട് ഉണ്ട്. അതിൻ്റെ പേരാണ് നെയിം ആട്രിബ്യൂട്ട്, ടൈപ്പ് ആട്രിബ്യൂട്ട്. Attribute called type. It specifies what type of input, like text box, radio button, etc. അപ്പോൾ ഇൻപുട്ട് ടാഗ് നമ്മൾ ഫോമിനകത്ത് ഡാറ്റ എലമെൻറ്റ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇൻപുട്ട് ടാഗാണ്. ഇൻപുട്ട് ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബോക്സ്, ഡ്രോപ്പ് ഡൗൺ, റേഡിയോ ബട്ടൺ ഒക്കെ കാണിക്കുന്നത്. അങ്ങനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ടാഗാണ്. ഇൻപുട്ട് ടാഗിന് ഒരു ആട്രിബ്യൂട്ട് മാൻഡേറ്ററി ആണ്. അതിൻ്റെ പേരാണ് ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ടെക്സ്റ്റ് ബോക്സ് വേണോ, റേഡിയോ ബട്ടൺ വേണോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. റേഡിയോ ബട്ടൺ വേണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ക്ലിയർ ആണോ അദീബ? ഓക്കെ. അപ്പോൾ അതൊന്നുണ്ട്. ഇനി വേറെ ആട്രിബ്യൂട്ട്സ് ഉണ്ട് മാൻഡേറ്ററി അല്ലാത്തത്. അങ്ങനത്തെ വേറൊരു ആട്രിബ്യൂട്ടാണ് നെയിം എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട്സ് ഓഫ് ഇൻപുട്ട് ടാഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആട്രിബ്യൂട്ട്സ് ഓഫ് ഇൻപുട്ട് ടാഗ്, അതിനകത്ത് ആദ്യത്തേതാണ് ടൈപ്പ്, രണ്ടാമത്തേത് നെയിം. ഇതും മാൻഡേറ്ററി ആണ്, സാധാരണ എല്ലാത്തിനും വേണ്ടിയതാണ്. ഇറ്റ്സ് മാൻഡേറ്ററി എക്സെപ്റ്റ് ഫോർ type equal to submit and type equal to, ടൈപ്പ് പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റിനും റീസെറ്റിനും, ടൈപ്പ് ഈക്വൽ ടു റീസെറ്റിനും നമുക്ക് നെയിം മാൻഡേറ്ററി അല്ല, ബാക്കി എല്ലാത്തിനും മാൻഡേറ്ററിയാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഫോം കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ അത് നോട്ട് ചെയ്തോളുക. നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് വേണം എല്ലാ ഇൻപുട്ടുകൾക്കും. ആദ്യത്തെ ആട്രിബ്യൂട്ട് ടൈപ്പാണ്. ടൈപ്പ് എല്ലാ ഇൻപുട്ട് ടാഗിനും പറഞ്ഞു കൊടുക്കണം. കാരണം ഏത് ടൈപ്പിലാണ് നമുക്ക് ഇൻപുട്ട് റീഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ട് ടൈപ്പ് മാൻഡേറ്ററി ആയിട്ടും പറഞ്ഞു കൊടുക്കണം. പിന്നെ ഉള്ള ഒരു ആട്രിബ്യൂട്ടാണ് നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ടൈപ്പ് സബ്മിറ്റ് ആണ്. ഇതിന് മുമ്പ് പറഞ്ഞ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഇല്ലേ, ആ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് സബ്മിറ്റ് ആണെങ്കിലും റീസെറ്റ് ആണെങ്കിലും മാത്രം നെയിം വേണ്ട. അതെന്തുകൊണ്ടാണെന്ന് ഫോം ഡാറ്റ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ അത് നോട്ട് ചെയ്തോളൂ. എഴുതിയോ? Name is included in the form data send to server. ഫോം ഡാറ്റ സെർവറിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ അത് നെയിമും കൂടെ കൂട്ടിയാണ് സെൻഡ് ചെയ്യുന്നത്. ഫോം ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോമിൽ നമ്മൾ എൻ്റർ ചെയ്തേക്കുന്ന എല്ലാ ഡാറ്റയ്ക്കും ഒന്നിച്ച് പറയുന്ന പേരാണ് ഫോം ഡാറ്റ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഫോം ഡാറ്റ സെർവറിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ ആ ഇൻപുട്ടിൻ്റെ നെയിമും കൂടെ കൂട്ടിയിട്ടാണ് പറഞ്ഞു വിടുന്നത്. ഇതെല്ലാം ഒരു ഫോം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും കേട്ടോ. ഇപ്പോൾ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും, കുഴപ്പമില്ല. അടുത്ത ആട്രിബ്യൂട്ട് വാല്യൂ ആട്രിബ്യൂട്ട്.
value attribute. It is mandatory for checkboxes and radio button. ചെക്ക്ബോക്സസിനും റേഡിയോ ബട്ടണും വാല്യൂ ആട്രിബ്യൂട്ട് മാൻഡേറ്ററി ആണ്. വാല്യൂ ആട്രിബ്യൂട്ട് മാൻഡേറ്ററി ആണ്. വാല്യൂ ആട്രിബ്യൂട്ട് മാൻഡേറ്ററി ആണ്. It is also included in form data sent to server. അതും ഫോം ഡാറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യും, വാല്യൂ ഇൻക്ലൂഡ് ചെയ്യും. ഇനി ഒരു ആട്രിബ്യൂട്ട്, ഇപ്പോൾ പറഞ്ഞ വാല്യൂ ആട്രിബ്യൂട്ട് ക്ലിയർ ആണോ? വാല്യൂ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഇതിൻ്റെ എല്ലാം എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആരും ഒന്നും മനസ്സിലാകുന്നില്ല പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്, നമ്മൾ കാര്യത്തിലേക്ക് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തത് ഐ ഡി ആട്രിബ്യൂട്ടാണ്. തിയറി പാർട്ടൊന്ന് പറഞ്ഞിട്ട് പ്രാക്ടിക്കൽ കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടാണ്, അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഐ ഡി ആട്രിബ്യൂട്ടാണ്. ഇത് മാൻഡേറ്ററി ആട്രിബ്യൂട്ട് ഒന്നും അല്ല. ഇത് സാധാരണ നമ്മൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിനാണ് ഉപയോഗിക്കുന്നത്, അതായത് ജാവ സ്ക്രിപ്റ്റിൽ ഉപയോഗിക്കും. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിനാണ് നമ്മൾ സാധാരണ അത് ഉപയോഗിക്കുന്നത്. ഐ ഡി എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് അതൊന്നിനും മാൻഡേറ്ററി അല്ല. ഒരു ടാഗിനും അത് മാൻഡേറ്ററി അല്ല, ഒരു ഇൻപുട്ട് ടാഗിനും അത് മാൻഡേറ്ററി അല്ല. പക്ഷേ എന്തെങ്കിലും ജാവ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ നമുക്ക് വരുത്തണമെങ്കിൽ അപ്പോൾ ഈ സാധനം ആവശ്യം വരും. അപ്പോൾ ഇൻപുട്ട് ടാഗിൻ്റെ 4 ആട്രിബ്യൂട്ടുകൾ നമ്മൾ പഠിച്ചു. ഒന്നാമത്തേത് മാൻഡേറ്ററി ആട്രിബ്യൂട്ട് ആണ്. അതിൻ്റെ പേരെന്താണ്? ടൈപ്പ്. ടെക്സ്റ്റ് ബോക്സ് ആണോ റേഡിയോ ബട്ടൺ ആണോ അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് മാൻഡേറ്ററി ആണ്. ഏത് ഇൻപുട്ടിനും ഇൻപുട്ട് എന്ന് പറയുന്ന ടാഗ് ഉണ്ടോ അതിനകത്ത് ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. ഞാൻ ഈ എഴുതുന്നതിനകത്തൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ബോധം വിവരമുള്ളവരായതുകൊണ്ട് കറക്റ്റ് ചെയ്ത് എഴുതണം. സ്പെല്ലിംഗ് ഒന്നും എനിക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നെയിം ആട്രിബ്യൂട്ട് ഉണ്ട്. നെയിം ആട്രിബ്യൂട്ട് മാൻഡേറ്ററി ആണ്. എക്സെപ്റ്റ് സബ്മിറ്റ് ബട്ടണും റീസെറ്റ് ബട്ടണും മാത്രം, അതായത് ഫോമിനകത്തുള്ള സബ്മിറ്റ് ബട്ടണും റീസെറ്റ് ബട്ടണും മാത്രം നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുക്കണ്ട. ബാക്കി എല്ലാത്തിനും നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുത്തിരിക്കണം. ഈ നെയിമിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ ഫോം ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ അതിൻ്റെ ആ ഇൻപുട്ടിൻ്റെ നെയിം അതാണ് സെൻഡ് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അടുത്തത് വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. ഇത് മാൻഡേറ്ററി ഫോർ ചെക്ക് ബോക്സസ്. ചെക്ക് ബോക്സസിനും റേഡിയോ ബട്ടണും വാല്യൂ എന്ന് പറയുന്ന ഫീൽഡ് മാൻഡേറ്ററി ആണ്. ബാക്കിയുള്ളതിനൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഐ ഡി ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ജാവ സ്ക്രിപ്റ്റിലാണ് ഐ ഡി ആട്രിബ്യൂട്ട് സാധാരണ ഉപയോഗിക്കുന്നത്. ഇത്ര എഴുതിയെടുത്തോ? ഇനി നമുക്കൊരു ഫോം കാണാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആവും. HTML ഒരു ടിപ്പിക്കൽ ഫോമാണ്. ഫോം എന്ന് പറയുന്ന ടാഗ് ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു. കാണാമല്ലോ, ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു ഫോം. ആക്ഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒരു HTML പേജാണ് ഞാനിപ്പോൾ പറഞ്ഞു കൊടുത്തേക്കുന്നത്. കാരണം നമ്മൾ സെർവർ ഒന്നും കോൺഫിഗർ ചെയ്തിട്ടില്ല. നമ്മൾ നമ്മുടെ ക്ലയൻറ്റ് സൈഡിൽ തന്നെയാണ് HTML പേജ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ആ പേജ് വേറൊരു പേജിലേക്ക് പോകാൻ വേണ്ടി ചുമ്മാ ഒരു വാല്യൂ കൊടുത്തേക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആക്ഷൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. നമ്മൾ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എങ്ങോട്ടാണോ പോകേണ്ടത് അതാണ് ആക്ഷനിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനൊരു HTML പേജാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. സാധാരണ PHP പേജ് ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്, കാരണം സെർവറിലേക്ക് പോകേണ്ടതുകൊണ്ട്. ക്ലിയർ ആണോ? അത് ഇതിപ്പോൾ എഴുതിയെടുക്കേണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, അത് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. അടുത്തത് ടാർഗറ്റ്_ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ബൈ ഡിഫോൾട്ടാണ്. അത് സെയിം പേജിൽ തന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാർഗറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുത്തേക്കുന്നത് ഫോമിനകത്ത്. അടുത്ത ഫോമിൻ്റെ ആട്രിബ്യൂട്ട് മെത്തേഡാണ്. മെത്തേഡ് = ഗെറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഗെറ്റ് കൊടുത്താൽ ഈ ഫോമിലുള്ള ഡാറ്റ URL അപ്പൻഡ് ചെയ്തായിരിക്കും സെൻഡ് ചെയ്യുന്നത്. മെത്തേഡ് = ഗെറ്റ് എന്ന് കൊടുത്തില്ലെങ്കിലും ഡീഫോൾട്ടായിട്ട് ഗെറ്റ് തന്നെയായിരിക്കും കൊടുക്കുക. ക്ലിയർ ആണോ? അടുത്തത് ഇനി ഇത് ശ്രദ്ധിക്കേണ്ടത്, താഴെ ഒരു ഇൻപുട്ട് ടൈപ്പ് = സബ്മിറ്റ്, വാല്യൂ = സബ്മിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇൻപുട്ട്
എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ അല്ലേ ഇൻപുട്ടിനകത്ത് ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് മാൻഡേറ്ററി ആണെന്നും പറഞ്ഞു ഇല്ലേ ഇതിൽ സബ്മിറ്റ് ബട്ടൺ ആണ് എനിക്ക് വേണ്ടിയത് അത് ഫോമിനകത്ത് സബ്മിറ്റ് ബട്ടൺ വേണമെന്നും നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് സബ്മിറ്റ് പ്രസ് ചെയ്യുമ്പോഴാണ് ഫോം ഡാറ്റ സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ആക്ഷനിൽ പറഞ്ഞേക്കുന്ന കാര്യത്തിലേക്ക് പോകുന്നത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ആണല്ലോ അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ബട്ടൺ കൊടുക്കാനുള്ള മാർഗ്ഗമാണ് ഇൻപുട്ട് എന്ന് പറയുന്ന ടാഗിനകത്ത് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് എന്ന് കൊടുക്കുക വാല്യൂ ഈക്വൽ ടു സബ്മിറ്റ് എന്ന് കൊടുക്കുക ഇപ്പോൾ സബ്മിറ്റ് ബട്ടൺ ആ ഫോമിൽ കാണിക്കും ഈ ഫോം ഒരു HTML-നകത്താണ് കിടക്കുന്നത് അതൊക്കെ കാണാമല്ലോ നിങ്ങൾക്ക് അല്ലേ അറിയാവുന്ന കാര്യങ്ങളല്ലേ ഫോം HTML-നകത്താണ് ഉപയോഗിക്കുന്നത് ഇനിയുള്ളത് വേറൊരു ഇൻപുട്ട് ഫീൽഡും കൂടെ ഞാൻ കൊടുക്കുകയാണ് അതിനും ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് മാൻഡേറ്ററി ആണ് അതുകൊണ്ട് അതിനും ടൈപ്പ് കൊടുത്തിട്ടുണ്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്നാണ് കൊടുത്തേക്കുന്നത് ടെക്സ്റ്റ് ബോക്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെയിം ഈക്വൽ ടു ഫസ്റ്റ് നെയിം എന്ന് പേര് കൊടുത്തിട്ടുണ്ട് അപ്പം നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ പഠിച്ചപ്പോൾ എന്താ പഠിച്ചത് സബ്മിറ്റ് ബട്ടണും റീസെറ്റ് ബട്ടണും ഒഴിച്ച് എല്ലാത്തിനും നെയിം മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു അല്ലേ അതുകൊണ്ടാണ് ഇതിൻ്റെ താഴെ കൊടുത്തേക്കുന്ന സബ്മിറ്റ് ബട്ടണ് ഞാൻ നെയിം കൊടുക്കാത്തത് അല്ലേ പക്ഷേ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് വന്നപ്പം അപ്പോൾ സബ്മിറ്റ് ആണെങ്കിൽ നെയിം വേണ്ട പക്ഷേ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ നെയിം എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കണം ഇനി വാല്യൂ എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല ഇതിവിടെ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കൊടുക്കാതെ ആദ്യം കാണിക്കാം ഇപ്പോൾ ഈ പേജ് നമുക്കൊന്ന് ലോഡ് ചെയ്ത് നോക്കാം കണ്ടല്ലോ ഈ പേജിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ ഇപ്പോൾ എഴുതിയെടുക്കണ്ട കേട്ടോ ഇപ്പം കാണിച്ച പേജ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാണ് പേജ് കണ്ടോ അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനകത്തുനിന്ന് ക്ലിയർ ആണ് ഒന്നാമത് പറഞ്ഞത് എന്താണ് ഒന്നാമത് പറഞ്ഞത് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻലൈൻ ടാഗ് ആണെന്ന് പറഞ്ഞു ഇല്ലേ ഇൻലൈൻ ടാഗ് ആണ് അല്ലേ ഇൻപുട്ട് ഇൻലൈൻ ടാഗ് ആണെന്ന് പറഞ്ഞു ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫസ്റ്റ് നെയിം കഴിഞ്ഞിട്ട് ഞാൻ ഇൻപുട്ട് എന്ന് പറയുന്നൊരു ടാഗ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് നെയിമിൻ്റെ അതേ ലൈനിൽ തന്നെയാണ് ആ ഈ ടെക്സ്റ്റ് ബോക്സ് കാണിച്ചേക്കുന്നത് അല്ലേ അല്ലേ അതാണ് ഇൻലൈൻ ടാഗ് ആണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇൻലൈൻ ടാഗ് ആണെന്ന് പറഞ്ഞത് ഇനി അടുത്ത ലൈനിൽ ഞാൻ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് വാല്യൂ ഈക്വൽ ടു സബ്മിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അതും ആ സെയിം ലൈനിൽ തന്നെ കാണിച്ചു അതുകൊണ്ടാണ് ഇൻലൈൻ ടാഗ് ആണെന്ന് പറഞ്ഞത് ഇനി ഇതിനകത്ത് ഉള്ള ഞാൻ ആദ്യം കൊടുത്തേക്കുന്ന ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ആയിട്ട് കാണിച്ചേക്കുന്നത് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടോ ഇതിനകത്ത് എനിക്ക് ടൈപ്പ് ചെയ്യാം കണ്ടില്ലേ ഇനി അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ സബ്മിറ്റ് ബട്ടണായിട്ട് കാണിച്ചേക്കുന്നത് ആണല്ലോ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഞാനിവിടെ ടിജോ എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാം അടിപൊളി പേരല്ലേ അതുകൊണ്ട് അത് ടൈപ്പ് ചെയ്യുന്നത് അതിനാരും മൂളുന്നില്ലല്ലോ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യാൻ പോവാണ് ഈ URL ഒന്ന് ശ്രദ്ധിച്ചോണം ഇപ്പോൾ ഉള്ള URL എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാനൊന്ന് കോപ്പി ചെയ്ത് വെക്കാം ഇതാണ് നമ്മുടെ പേജ് ഇതിൽ നിന്ന് ഞാൻ സബ്മിറ്റ് പ്രസ് ചെയ്യാൻ പോവാണ് ഞാൻ ആ കൊടുത്തിട്ടില്ല വേറൊരു പേജ് കൊടുത്തിട്ടില്ല ആ പേജിലേക്ക് പോയി പക്ഷേ URL നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിനകത്ത് എന്താ ഉള്ളത് പ്രത്യേകിച്ച് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഫസ്റ്റ് നെയിം ഈക്വൽ ടു ടിജോ എന്നുള്ള URL-ൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തിട്ടുണ്ട് 5 മിനിറ്റിനുള്ളിൽ ബ്രേക്ക് ആവും ബ്രേക്ക് ആയി കഴിഞ്ഞ് ഒരു ഈ URL തന്നെ ജോയിൻ ചെയ്യുക ഒരു 5 മിനിറ്റിന് ശേഷം മതി 5 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ടാവും ഇപ്പം ഡിസ്കണക്ട് ചെയ്യട്ടോ ഇത് ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്ട് ആയി പോയി കഴിയുമ്പോൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് എന്താ വന്നേക്കുന്നത് URL അപ്പോൾ ഈ ഭാഗം ഞാൻ എടുത്തു കളയാണ് URL കഴിഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അല്ലേ ഇതാണ് ആക്ച്വൽ പേജിൻ്റെ URL അത് കഴിഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നെയിം ഈക്വൽ ടു ടിജോ എന്ന് വന്നു ഈ ടിജോ ഞാൻ എവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താണ് അല്ലേ ഈ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് എവിടുന്നാണ് വരുന്നത്
നെയിം ഈക്വൽ ടു ഫസ്റ്റ് നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നെയിം ഈക്വൽ ടു ഫസ്റ്റ് നെയിം. അപ്പം നമ്മൾ പറഞ്ഞ എന്താ, നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് സബ്മിറ്റ് ബട്ടണും റീസെറ്റ് ബട്ടണും ഒഴിച്ച് എല്ലാത്തിനും മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഡാറ്റ ഫോമിലേക്ക് സെൻഡ് ചെയ്യുമ്പം അതിൻ്റെ പേരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞത്. സബ്മിറ്റ് ബട്ടണും റീസെറ്റ് ബട്ടണും നമ്മൾ എങ്ങോട്ട് സെൻഡ് ചെയ്യുന്നില്ല ഡാറ്റ, അല്ലേ? സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യാന്നേ ഉള്ളൂ, ആണല്ലോ. സെക്കൻഡ് നെയിം എന്ന് പറഞ്ഞ ഒരെണ്ണം കൂടെ ഞാൻ കൊടുക്കുവാണ്. സെക്കൻഡ് നെയിം എന്ന് പറയുന്ന ഒരെണ്ണം കൊടുത്തു. സെക്കൻഡ് നെയിം കൊടുത്തു. സെക്കൻഡ് നെയിം ഫസ്റ്റ് നെയിം ഇവിടെ കൊടുത്തു. പിന്നെ ഒരു സെക്കൻഡ് നെയിം എന്നുള്ളത് ഇവിടെ കൊടുത്തു. ഒരു ആട്രിബ്യൂട്ട് കൂടെ ഞാൻ കൊടുക്കുവാണ്, ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് നെയിം എന്ന് കൊടുത്തു. ക്ലിയർ ആണോ? കാണത്തില്ലേ? പേജ് ഒന്ന് റീലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടോ 2 ബട്ടൺ കാണിക്കുന്നുണ്ട്. ഇത് 2 ലൈനിൽ കാണിക്കുന്നത് ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ചെറുതാക്കിയാൽ കാണാൻ പറ്റും, അത് ഒരു ലൈനിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യും. കണ്ടോ? കാണാവോ? കണ്ടോ? ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം ഒക്കെ ഒരേ രീതിയിൽ കാണിച്ചു. ഇവിടെ ഞാൻ ജോസ് എന്ന് കൊടുക്കുകയാണ്. സബ്മിറ്റ് പ്രസ് ചെയ്യാണ്. URL ഒന്ന് കോപ്പി ചെയ്തെടുത്ത് കാണിക്കാം. Ctrl+A Ctrl+C. ഇത് കണ്ടോ, നമ്മുടെ ആക്ച്വൽ URL കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നെയിം ഈക്വൽ ടു ടിജോ ആൻഡ് ആംപർസാൻഡ് സിമ്പിൾ, സെക്കൻഡ് നെയിം ഈക്വൽ ടു ജോസ്. അപ്പം നമ്മൾ ഇതിൽ എന്ത് കൊടുത്തേക്കുന്നോ, നമ്മുടെ നെയിമായിട്ട് എന്ത് കൊടുത്തേക്കുന്നോ ആ നെയിം ഈക്വൽ ടു അവിടെ എൻ്റർ ചെയ്ത വാല്യൂ, അങ്ങനെയാണ് ഡാറ്റ സെൻഡ് ആകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് സബ്മിറ്റ് ബട്ടണും റീസെറ്റ് ബട്ടണും ഒഴിച്ച് എല്ലാത്തിനും നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു. കാരണം അതിലുള്ള ഡാറ്റ എല്ലാം നമുക്ക് സെൻഡ് ചെയ്യേണ്ടതാണ് സെർവറിലേക്ക്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നെയിം ആട്രിബ്യൂട്ട് എന്തുകൊണ്ടാണ് സബ്മിറ്റും റീസെറ്റും ഒഴിച്ച് എല്ലാത്തിനും മാൻഡേറ്ററി ആയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ടാർഗറ്റ് ഈക്വൽ ടു അണ്ടർസ്കോർ ബ്ലാങ്ക് കൊടുത്താൽ പുതിയ വിൻഡോയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്തപ്പോൾ അടുത്ത വിൻഡോയിലാണ് ഇവിടെ ഓപ്പൺ ആയത്. ഇത് ഞാൻ ചുമ്മാ ഒരു പേജ് ഇവിടെ കാണിച്ചേക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ എന്ത് പേജ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഒന്നും കൊടുത്തില്ല എങ്ങടത്തോട്ടും പോകത്തില്ല, അവിടെ തന്നെ സെയിം പേജിൽ തന്നെ നിൽക്കും. അപ്പം ഞാൻ ചുമ്മാ അടുത്തൊരു പേജിലേക്ക് കൊടുത്തതേ ഉള്ളൂ. ഞാൻ ആദ്യത്തെ എക്സാമ്പിൾ കാണിച്ച 1.trial HTML എന്ന് പറയുന്ന മറ്റേ പാരഗ്രാഫ് ടാഗ് ഒക്കെ കാണിച്ച എക്സാമ്പിൾ ഇല്ലേ, ആ പേജ് ചുമ്മാ കൊടുത്തേക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പേജിലേക്ക് പോകുമ്പോൾ ആ പേജിൻ്റെ ആക്ച്വൽ URLൻ്റെ കൂടെ നമ്മുടെ ഡാറ്റ അപ്പൻഡ് ആകുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റും ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റും നമ്മൾ പഠിച്ചു, അല്ലേ? അപ്പോൾ ഇതൊന്ന് എഴുതിയെടുത്തോ നിങ്ങൾ. ഇത് കഴിയുമ്പോൾ ബ്രേക്ക് ആവും. ബ്രേക്ക് ആയി കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ സെയിം ഗ്ലോബിൽ തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. ഫോം എഴുതിയെടുത്തോ. എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ശ്രീലക്ഷ്മി അദീപയൊക്കെ മാത്രമേ റിപ്ലൈ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്തെടുക്കുക, ഉറങ്ങുവാണോ? പാർവതി ദിലീപ് കേൾക്കുന്നുണ്ടോ? സ്നേഹ മിറണ്ട ഇന്ന് ആദ്യമായിട്ടാണോ വരുന്നത് ക്ലാസ്സിൽ? സ്നേഹ മിറണ്ട.
അപ്പോൾ വാല്യൂ ഈക്വൽ ടു കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ലോഡ് ചെയ്ത് നോക്കാം. ഉണ്ടോ? പേജ് ലോഡ് ചെയ്യുമ്പോൾ ആ വാല്യൂ ഡീഫോൾട്ടായിട്ട് കാണിക്കും വാല്യൂ എന്ന് കൊടുത്താൽ. ഇവിടെ ഞാൻ വാല്യൂ ഈക്വൽ ടു സം നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേജ് ലോഡ് ചെയ്യുമ്പോൾ ബൈ ഡീഫോൾട്ട് ആ വാല്യൂ അവിടെ കാണിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് കാരണം കൊടുക്കാം. അപ്പോൾ ടെക്സ്റ്റ് ഫീൽഡിന് അത് മാൻഡേറ്ററി അല്ല വാല്യൂ എന്ന് പറയുന്നത്. വാല്യൂ ഏതിനാണ് മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ വാല്യൂ ആട്രിബ്യൂട്ട് വാല്യൂ സെറ്റ് ബോക്സിനും റേഡിയോ ബട്ടൺ. ഓ ഇതിനകത്ത് സൈസ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട് കേട്ടോ. വാല്യൂ എഴുതിയെടുക്കണമെന്നില്ല. സൈസ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. സൈസ് ഈക്വൽ ടു 20 എന്ന് കൊടുത്ത് നോക്കാം. സൈസ് ബൈ ഡീഫോൾട്ട് 20 ആണെന്ന് തോന്നുന്നു. ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂ എപ്പോഴും ഡബിൾ കോട്ട്സിൽ കൊടുക്കണം. ഡബിൾ കോട്ട്സ് വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇവിടെ ഞാനിപ്പോൾ കേൾക്കത്തില്ല എല്ലാവർക്കും. ഇവർ ഞാൻ സൈസ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. സൈസ് എന്ന് പറഞ്ഞാൽ ബൈ ഡീഫോൾട്ട് ഇത് 20 എന്ന് പറയുന്ന സൈസിലാണ് കാണിക്കുന്നത്. അതല്ലാതെ അതായത് 20 ക്യാരക്ടറൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ലെങ്ത്, അതൊരു സ്റ്റാൻഡേർഡ് ലെങ്ത് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റി വേറെ എന്തെങ്കിലും സൈസ്, ഇപ്പം ഞാൻ ഒരെണ്ണത്തിൻ്റെ സൈസ് 30യും മറ്റേതിൻ്റെ സൈസ് 10ഉം ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് വലുതും 30 ഉള്ളത് വലുതും 10 ഉള്ളത് ചെറുതുമായിട്ട് കണ്ടു അല്ലേ? ഇതാണ് സൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ഇതിനകത്ത് ടൈപ്പ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ എണ്ണവുമായി ബന്ധമൊന്നുമില്ല കേട്ടോ. അത് ഡിസ്പ്ലേ ചെയ്യുന്ന ലെങ്ത്. ഇതിൽ എത്ര ക്യാരക്ടർ, ഇപ്പോൾ 30 കൊടുത്താലും നമുക്ക് 40ഓ 50ഓ ക്യാരക്ടർ ടൈപ്പ് ചെയ്യാം. കണ്ടോ, അതങ്ങ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിലങ്ങ് കയറി പൊക്കോളും. 30ൽ നിൽക്കണം എന്നൊന്നുമില്ല. 10 കൊടുത്താലും നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് പോവാം. അത് ഡിസ്പ്ലേ ചെയ്യുന്ന വിട്ട് മാത്രമേ സൈസ് കൊണ്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി അപ്പോൾ സൈസ് എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ്. ഇനി മാക്സ് ലെങ്ത് എന്നൊക്കെ പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട്. അത് മാക്സ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ലെങ്ത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാക്സ് ലെങ്ത് ഈക്വൽ ടു 10 കൊടുക്കുക ആദ്യത്തേതിന്. കണ്ടോ, ഇപ്പോൾ ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ 10 ക്യാരക്ടേഴ്സ്, ഇവിടെ മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് സ്ക്രീൻ കാണത്തില്ലേ? മാക്സ് ലെങ്ത് ആദ്യത്തെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നതിന് ഞാൻ മാക്സ് ലെങ്ത് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടും കൂടെ കൊടുത്തു. അതിൽ 10 കൊടുത്തേക്കുന്നത്. 10 കൊടുത്തേക്കുന്നു, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പം മാക്സ് ലെങ്ത് 10 കൊടുത്തേക്കുന്നതുകൊണ്ട് 10 ക്യാരക്ടറെ മാക്സിമം ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ 10 ഞാൻ 1 to 0 to
9 ക്യാരക്ടർ 0 to 9 10 ക്യാരക്ടർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും അതിൽ വരുന്നില്ല. ആ ലെങ്ത് റെസ്ട്രിക്റ്റ് ചെയ്യാം. അപ്പോൾ സൈസ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, മാക്സ് ലെങ്ത് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തോ. ആദ്യത്തെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ആണ്. ഇറ്റ് ഈസ് ഇൻപുട്ട് ടൈപ്പ് നോട്ടായിട്ട് എഴുതിക്കോ. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഈസ് യൂസ് ടു ഡിസ്പ്ലേ എ ടെക്സ്റ്റ് ബോക്സ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് is used to display a text box. എഴുതിയോ? Name is a mandatory attribute here. Name is a mandatory attribute here. ടൈപ്പും മാൻഡേറ്ററി ആണ്. ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് കൊടുക്കണം. ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നെയിമും മാൻഡേറ്ററി ആണ്. നെയിം ഈസ് എ മാൻഡേറ്ററി ആട്രിബ്യൂട്ട് ഹിയർ. എഴുതിയോ മക്കളെ? എന്താ പറയാത്തെ? ആ അപ്പോൾ നെയിം മാൻഡേറ്ററി ആട്രിബ്യൂട്ട് ആണെന്നല്ലോ എഴുതിയത്. ഇറ്റ് ഹാസ് അതർ ആട്രിബ്യൂട്ട്സ് ലൈക്ക് സൈസ്. ഇറ്റ് ഹാസ് അതർ ആട്രിബ്യൂട്ട്സ് ലൈക്ക് സൈസ്. ബ്രാക്കറ്റിൽ എഴുതിക്കോ. സൈസ് കഴിഞ്ഞ് ബ്രാക്കറ്റിൽ എഴുതിക്കോ. ടു കൺട്രോൾ the display width of text box. To control the display width മാത്രമേ ഉള്ളൂ. അതിനകത്ത് ടൈപ്പ് ചെയ്യുന്ന ക്യാരക്ടറുമായി യാതൊരു ബന്ധവുമില്ല, ക്യാരക്ടറിൻ്റെ എണ്ണവുമായി. to control the display width of text box. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അടുത്ത ആട്രിബ്യൂട്ട് സൈസ് പോലെ തന്നെ കോമ മാക്സ് ലെങ്ത് എന്ന് എഴുതുക. മാക്സ് ലെങ്ത് MAXLENGTH ഒറ്റ വാക്കാണ് കേട്ടോ. ആട്രിബ്യൂട്ട്സിൻ്റെ പേരെല്ലാം ഒറ്റ വാക്കായിട്ടായിരിക്കും വരിക. എല്ലാ സ്മോൾ ലെറ്റേഴ്സിലും ആയിരിക്കും വരിക. കാരണം HTML5 ഞാൻ പറഞ്ഞു കേസ് സെൻസിറ്റീവ് അല്ല, ക്യാപിറ്റലിലും ടൈപ്പ് ചെയ്യാം. പക്ഷേ XHTML വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാം സ്മോൾ ലെറ്ററിൽ എഴുതണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എല്ലാം സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുള്ളൂ. മാക്സ് ലെങ്ത് എന്ന് എഴുതിയോ ബ്രാക്കറ്റിൽ? To specify the maximum length of characters, maximum length of characters that browser will accept through the text box. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്ത് നോക്കണം കേട്ടോ. മാക്സ് ലെങ്ത് 10 ഇട്ട് നോക്കണം. 10 കൂടുതൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. സൈസ് 10, 30 ഒക്കെ കൊടുത്ത് നോക്കണം. എന്താ വരുന്നത് നോക്കണം. വാല്യൂ കൊടുത്ത് നോക്കണം. വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. വാല്യൂ കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് നോക്കണം. എല്ലാം ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം എന്നൊക്കെ കൊടുത്തിട്ടില്ലേ, ഇതിന് ലേബൽ എന്ന് പറയും കേട്ടോ. ലേബൽ അറിഞ്ഞിരുന്നാൽ മതി. ലേബൽ എന്ന് പറയും. ആ ടെക്സ്റ്റ് ബോക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലേബലാണ്. ഇതിപ്പോൾ 2 ലൈനിൽ കാണിക്കണ എന്നാ വേണ്ടിയേ? ഇവിടെ ഇപ്പോൾ എല്ലാം കൂടെ ഒരു ലൈനിലല്ലേ കാണിച്ചേക്കുന്നത്. 2 ലൈനിൽ കാണിക്കണ എന്ത് ചെയ്യണം? BR എന്ന് പറയുന്ന ഒരു ടാഗുണ്ട്, ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗാണ്. അതുപോലെ
ആരുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നതാണോ? ഇപ്പം കണ്ടോ അത്? ഇപ്പം അതൊരു എന്തിലായി? 2 ലൈനിലായി. ഓരോ BR കൊടുത്തേക്കുന്നതുകൊണ്ട് ടെക്സ്റ്റ് ബോക്സ് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിലേക്ക് പോയി. സെക്കൻഡ് നെയിം കാണിച്ചു. സെക്കൻഡ് നെയിം കഴിഞ്ഞ് ഇൻപുട്ട് ഇൻലൈൻ ടാഗ് ആയതുകൊണ്ട് അതും അടുത്ത ലൈനിൽ ആ ലൈനിൽ തന്നെ കാണിച്ചു. BR കൊടുത്തു. ഇങ്ങനെ കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഇതിനി ഇതിപ്പോൾ ഒരു ഭംഗിയില്ലാതല്ലേ കിടക്കുന്നത്. ഇത് ഭംഗിയാക്കണമെങ്കിൽ നമ്മൾ ഇതൊരു ടേബിളിനകത്ത് കൊടുത്താൽ മതി. ടേബിൾ ടാഗിനകത്ത് കൊടുത്താൽ മതി. അപ്പോൾ അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് കിടന്നോളും. കൊടുത്തു കാണിക്കണോ ടേബിൾ ടാഗിനകത്ത്? ടേബിൾ ടാഗ് നമ്മൾ എങ്ങനെ എഴുതുക? ടേബിളിന് എഴുതുക, ടേബിളിൻ്റെ എൻഡിങ് ടാഗ് ഇടുക അല്ലേ? എന്നിട്ട് പിന്നെ എന്താ വേണ്ടിയേ? TR ഇടുക. TR ഇട്ടു. ടേബിൾ റോയ്ക്കകത്ത് പിന്നെ എന്താ വേണ്ടിയേ? TD വേണം. TD വേണം അല്ലേ? അപ്പം TD എന്ന് പറയുന്നത് ആദ്യത്തെ കോളത്ത് ഞാൻ ഫസ്റ്റ് നെയിം എന്ന് കൊടുത്തു. എന്ത് ലേബലാണോ വേണ്ടിയത് അത് കൊടുത്തു. അടുത്ത TD കൊടുത്തിട്ട് അടുത്ത കോളത്തിൽ എന്താണ് എനിക്ക് കാണിക്കേണ്ടത്? ഈ ടെക്സ്റ്റ് ബോക്സ് ആണ് കാണിക്കേണ്ടത് അല്ലേ? അപ്പോൾ ആ ടെക്സ്റ്റ് ബോക്സ് അടുത്ത കോളത്തിൽ കൊടുത്തു. ക്ലിയർ ആണോ? അടുത്തതിൽ കൊടുത്തു. കൺഫ്യൂഷൻ വരുന്നു ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട്. ഇനി അടുത്ത ഒരു ടേബിൾ റോ. അപ്പോൾ ഒരു റോയിൽ ആദ്യത്തെ കോളത്തിൽ ഫസ്റ്റ് നെയിം കാണിച്ചു. രണ്ടാമത്തെ കോളത്തിൽ എന്ത് കാണിച്ചു? അതിൻ്റെ ടെക്സ്റ്റ് ബോക്സ് കാണിച്ചു. വീണ്ടും അടുത്ത ടേബിൾ റോ കൊടുത്തു. അടുത്ത റോയിൽ എനിക്ക് എന്താണ് വേണ്ടിയത്? ആദ്യത്തെ ഒരു TD കൊടുത്തു. TD കൊടുത്തു. അതിനകത്ത് സെക്കൻഡ് നെയിം എന്ന് കൊടുത്തു. അടുത്ത വീണ്ടും ഒരു TD കൊടുത്തു. TD കൊടുത്തു. അതിനകത്ത് എന്ത് കൊടുത്തു? ഇങ്ങനെ കൊടുത്തു. അപ്പോൾ 2 BR ഫസ്റ്റ് നെയിം ഒക്കെ എടുത്ത് കളഞ്ഞു. പണി വരിക്കുന്നതേ ഉള്ളൂ. വായിച്ചാൽ മനസ്സിലാകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പല ലൈനിലാക്കിയെന്നേ ഉള്ളൂ. ഇതിങ്ങനെ ആക്കി. ഇനി പേജ് നമുക്ക് വീണ്ടും ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. കണ്ടോ അലൈൻമെൻറ്റ് ശരിയായില്ലേ? ഇപ്പം അതിൻ്റെ ഉണ്ടല്ലേ? ഒരു ടേബിളിൻ്റെ 2 കോളായിട്ട് കാണിച്ചു. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഫോംസ് എല്ലാം ടേബിളിനകത്തായിരിക്കും കൊടുത്തേക്കുന്നത്. അലൈൻമെൻറ്റ് ചെയ്യാൻ വേറെ പല മാർഗ്ഗങ്ങളുണ്ട്. അലൈൻമെൻറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഫോം നമ്മൾ ടേബിളിനകത്ത് കൊടുക്കുക. ആദ്യത്തെ റോയിലെല്ലാം ലേബൽ കൊടുക്കുക. രണ്ടാമത്തെ റോയിലെല്ലാം ഇൻപുട്ട് ടൈപ്പ് കൊടുത്താൽ മതി. മിക്കവാറും ഫോം ഡിസൈൻ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഇനി നമുക്ക് ടേബിൾ ഇതിന് വേണമെങ്കിൽ ബോർഡർ കൊടുക്കാം. ബോർഡർ കൊടുത്താൽ ഇത് 1 എന്ന് കൊടുത്താൽ ബോർഡർ കാണിക്കും അല്ലേ? ബോർഡർ ഈക്വൽ ടു 1 ആയിരുന്നോ? ഞാൻ ഓർക്കുന്നില്ല. കണ്ടോ? ഇപ്പോൾ ബോർഡർ കാണിക്കണ്ടോ അല്ലേ? അപ്പോൾ ടേബിൾ ടാഗിനകത്ത് നമ്മൾ ഓരോ ഡാറ്റ ഇട്ടു. ഇത് എഴുതണമെന്നില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഓക്കെ. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് റേഡിയോ ബട്ടണാണ് കൊടുക്കുന്നത്. റേഡിയോ ബട്ടൺ കേട്ടോ. ഇത് വേറൊരു ഫോമാണ്. ഞാൻ ഓരോന്നും ഓരോ പേജിൽ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാ ഫോമും കൂടെ അവസാനം ഒന്നിച്ച് പല ഇൻപുട്ട് ഫീൽഡിലുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലും നമ്മൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ ഒരു പേജ് URL കൊടുത്തിട്ടുണ്ട്. പുതിയ വിൻഡോയിൽ ഓപ്പൺ ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട്. URL അപ്പൻഡ് ചെയ്ത് സെൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്ന് കൊടുത്തിട്ടുണ്ട്. നെയിം ജെൻഡർ കൊടുത്തിട്ടുണ്ട്. മെയിൽ ഓർ ഫീമെയിൽ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. ചെക്ക് ഞാൻ തൽക്കാലം എടുത്ത് കളയുകയാണ്.
ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ, നെയിം ഈക്വൽ ടു ജെൻഡർ, വാല്യൂ ഈക്വൽ ടു മെയിൽ. അടുത്തതിന് ഇതിന് റേഡിയോ ബട്ടൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഏതെങ്കിലും ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യാൻ പറ്റുന്ന, ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്റ്റഡ് ആയിട്ട് വരുന്ന റേഡിയോ ബട്ടൺ ഇല്ലേ? പേജ് കാണിച്ചു തരാം. കണ്ടില്ലേ? ഇതുപോലെ ഒരെണ്ണം സെലക്ട് ചെയ്യാം, അടുത്ത സെലക്ട് ചെയ്താൽ അത് മാത്രം സെലക്ട് ആകും. മുമ്പേ സെലക്ട് ചെയ്തത് ഡീസെലക്റ്റഡ് ആയി പോകും. അടുത്തത് വേണം സെലക്ട് ചെയ്യാം. ഇതിൽ എവിടെ ക്ലിക്ക് ചെയ്താലും അതിന് മുമ്പുള്ളത് അൺസെലക്റ്റഡ് ആയി പോകും. ഇതിനാണ് എന്തെന്ന് പറയുന്നത്? റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ റേഡിയോ ബട്ടൺ എങ്ങനെ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ടെക്സ്റ്റ് ബോക്സ് കാണിക്കാൻ നമുക്ക് എന്നാ വേണ്ടിയ? ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് കൊടുക്കണം. റേഡിയോ ബട്ടൺ കാണിക്കണം, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്ന് കൊടുക്കണം. നെയിം ഇതിനും മാൻഡേറ്ററി ഫീൽഡാണ്. ജെൻഡർ കൊടുക്കുക. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളത്, ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്താ 4 എണ്ണം? ഫീമെയിൽ 2 വേണം കൊടുത്തത്. ആരുടെ വീട്ടിലെ ലവ് ബേർഡ്സ് ഉള്ളത്? എൻ്റെ വീട്ടിൽ തന്നെയാണോ? ഇവിടെ നിന്നാണ് കേൾക്കുന്നത്. ലവ് ബേർഡ്സ് അല്ലെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ ഇതിനകത്ത് ഒരു ഗ്രൂപ്പിൽ വരുന്ന, അതായത് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരെണ്ണം മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ജെൻഡർ ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ, അതർ എന്ന് പറയുന്ന 3 എണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ 3 എണ്ണത്തിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂവെങ്കിൽ അതിനൊരു ഗ്രൂപ്പ് എന്ന് പറയും. ആ ഗ്രൂപ്പിൽ എല്ലാത്തിൻ്റെയും നെയിം ഒന്നായിട്ട് കൊടുക്കണം. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നെയിം ഈക്വൽ ടു ജെൻഡർ എന്ന് ഞാൻ 3 എണ്ണത്തിനും ഒരേ പേര് തന്നെയാണ് കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പം നെയിം ഈക്വൽ ടു ജെൻഡർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ നെയിം ഈക്വൽ ടു ജെൻഡർ വരുന്ന റേഡിയോ ബട്ടണുകളിൽ ഒരെണ്ണം മാത്രമേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ക്ലിയർ ആണോ? ഇനി നമ്മൾ വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് പഠിച്ചപ്പോൾ വാല്യൂ ആട്രിബ്യൂട്ട് ഇറ്റ്സ് മാൻഡേറ്ററി ഫോർ ചെക്ക് ബോക്സസ് ആൻഡ് റേഡിയോ ബട്ടൺ എന്ന് പഠിച്ചു ഇല്ലേ? ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ഫോം ഡാറ്റ സെൻഡ് ടു ദ സെർവർ. അതെന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ്? റേഡിയോ ബട്ടണും ചെക്ക് ബോക്സിനും വാല്യൂ മാൻഡേറ്ററി ആണ്. ടെക്സ്റ്റ് ബോക്സിന് മാൻഡേറ്ററി ആയിരുന്നോ? ടെക്സ്റ്റ് ബോക്സിന് മാൻഡേറ്ററി അല്ല. കാരണം വാല്യൂ, ടെക്സ്റ്റ് ബോക്സിൽ വാല്യൂ കൊടുത്താൽ എന്താ സംഭവിക്കുക? അത് ഡീഫോൾട്ടായിട്ട് കാണിക്കും. പിന്നെ വേണം നമുക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ ഈ വാല്യൂ കൊടുത്തേക്കുന്നത് എവിടെയാണ് നിങ്ങൾക്ക് കാണുന്നത്? ഇതാ കണ്ടില്ലേ? മെയിലിന് കാണാൻ പറ്റുന്നുണ്ട്. അല്ല, ഇവിടെ കൊടുത്തേക്കുന്ന വാല്യൂ ഈ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ, നെയിം ഈക്വൽ ടു ജെൻഡർ, ഇതിന് മുമ്പ് ഇങ്ങനെ കൊടുത്തിരുന്നു. ഇത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ. ഇതിൽ നമ്മൾ ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഡിസ്പ്ലേ വാല്യൂ കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുന്ന വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ മെയിൽ ഇവിടുന്ന് എടുത്ത് കളയുകയാണെന്ന് വിചാരിക്കും. ഈ മെയിൽ ഞാൻ ഇവിടുന്ന് എടുത്ത് കളയുകയാണ്. പേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, അവിടെ വാല്യൂ ഒന്നും കാണിച്ചില്ല. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ടാഗിന് പുറത്ത് വാല്യൂ പറഞ്ഞു കൊടുക്കണം. ക്ലിയർ ആണോ? ഇവിടെ ഈ ഫീമെയിലിന് ഇങ്ങനെ കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഫീമെയിലിന് കാണിക്കുന്നത്. ഇവിടെ ഈ അതർന്ന് ഇങ്ങനെ കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഇവിടെ അതർന്ന് കാണിക്കുക. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എഫ് ക്യാപിറ്റലിലാണ് കൊടുത്തേക്കുന്നത്, ഇവിടെ എഫ് സ്മോൾ ലെറ്ററിലാണ് കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പോൾ മെയിലും അപ്പം ആ ക്യാപിറ്റലിൽ കൊടുത്തേക്കുന്ന ഭാഗമാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ വാല്യൂവിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? വാല്യൂ നെയിം സബ്മിറ്റ് ബട്ടണും റീസെറ്റ് ബട്ടണും ഒഴിച്ച് എല്ലാത്തിനും മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് സബ്മിറ്റ് ബട്ടണും റീസെറ്റ് ബട്ടണും നെയിം വേണ്ടാത്തത്? ആ കേസിൽ നമ്മൾ സെർവറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പറഞ്ഞു വാല്യൂ എന്ന് പറയുന്നത് ചെക്ക് ബോക്സിനും റേഡിയോ ബട്ടണും മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ വാല്യൂ ആണ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞത്. കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ മെയിൽ എന്ന് പറയുന്ന വാല്യൂ സെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വാല്യൂവിനകത്ത് നമ്മൾ വാല്യൂ ഈക്വൽ ടു സബ്മിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്?
ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് ബട്ടൺ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വാല്യൂ ഈക്വൽ ടു സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണ് കാണിക്കുന്നത് അറിയാമോ? ഞാനിവിടെ സബ്മിറ്റ് 1 എന്ന് കൊടുക്കുകയാണ്. പേജ് ലോഡ് ചെയ്ത് നോക്കാം, അപ്പോൾ അറിയാമല്ലോ എന്താ സംഭവിക്കുന്നത്. സബ്മിറ്റ് എന്നുള്ളത് ഞാനിവിടെ സബ്മിറ്റ് 1 ആക്കിയിട്ടുണ്ട് വാല്യൂ. പേജ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. കണ്ടോ, സബ്മിറ്റ് 1 എവിടെയായേ? ആ ഡിസ്പ്ലേ ചെയ്യുന്ന വാല്യൂ, ആ സബ്മിറ്റ് ബട്ടണിൽ ഡിസ്പ്ലേ ചെയ്യുന്ന വാല്യൂ ആണ് ഈ വാല്യൂ കൊണ്ട് കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? പേജ് കാണാൻ പറ്റുന്നുണ്ടോ കറക്റ്റായിട്ട്? ഇപ്പൊ ക്ലിയർ ആയില്ലേ? ആ, അപ്പോൾ റേഡിയോ ബട്ടൺ എന്തൊക്കെയാണ്? ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ കൊടുക്കണം. നെയിം മാൻഡേറ്ററി ആണ്. നെയിം ഏതൊക്കെയാണോ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലുള്ള എല്ലാത്തിനും ഒരേ പേര് തന്നെ കൊടുക്കുക. ഇപ്പം നിങ്ങൾ ക്വാളിഫിക്കേഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ഒന്നെങ്കിൽ SSLC കാണും, അല്ലെങ്കിൽ +2 കാണും, അല്ലെങ്കിൽ ഡിപ്ലോമ കാണും. അപ്പോൾ അത് 3 ഒരെണ്ണമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എങ്കിൽ അത് 3നും ഒരേ പേര് തന്നെ നമ്മൾ കൊടുക്കും. മനസ്സിലായോ? സാധാരണ നമ്മൾ റേഡിയോ ബട്ടൺ ഉപയോഗിക്കുന്നത് ജെൻഡർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിലോ ഫീമെയിലോ അതറോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൽ ഒരെണ്ണേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് 3നും ഒരേ പേര് കൊടുക്കും. വാല്യൂ 3നും 3 കൊടുക്കും. വാല്യൂ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതിന് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു. എന്തിനാണ് ഉപയോഗിക്കുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആ ടാഗ് കഴിഞ്ഞ് കൊടുക്കുന്ന വാല്യൂ ആണ് അതിന് അസോസിയേറ്റഡ് ആയിട്ട് കാണിക്കുന്നത്. ഇതിവിടെ കൊടുക്കണം എന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. ഇത് ഞാൻ ഇവിടുന്ന് മാറ്റി ഈ ഇൻപുട്ട് ടാഗിന് മുമ്പ് വേണമെങ്കിലും കൊണ്ട് കൊടുക്കാം. ഒരു സെക്കൻഡ്. ആ ടീച്ചറെ പറഞ്ഞു. മാറ്റി മൺഡേ ആക്കി അല്ലേ? ഞാൻ ഇന്നലെ അയച്ചല്ലോ, കിട്ടിയില്ലേ? മെയിലല്ല, വാട്സാപ്പിലായിട്ട് വേണമെങ്കിൽ മെയിലിൽ അയക്കാം. മെയിലൊന്ന് നോക്കിക്കോ, കണ്ടില്ലെങ്കിൽ ഞാൻ വാട്സാപ്പിൽ അയക്കാം. അല്ല സോറി, വാട്സാപ്പ് നോക്കിക്കോ, കണ്ടില്ലെങ്കിൽ മെയിലിൽ അയക്കാം. വാട്സാപ്പിലായിട്ടേക്കുന്നത്. PDF-ഉം PPT ആയിട്ട് ഇട്ടിട്ടുണ്ട്, രണ്ടുമുണ്ട്. ശരി. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഡിസ്പ്ലേ ചെയ്യേണ്ട വാല്യൂ ഇപ്പുറത്ത് കൊടുത്തു. എവിടെ വേണേലും കൊടുക്കാം കേട്ടോ, അതിന് പ്രശ്നമൊന്നുമില്ല. ഉണ്ടോ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബോക്സ് റേഡിയോ ബട്ടൺ കാണിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. വാല്യൂ ഡിസ്പ്ലേ, ഇപ്പോൾ മെയിൽ ഡിസ്പ്ലേ ചെയ്തു, അത് കഴിഞ്ഞിട്ട് റേഡിയോ ബട്ടൺ കാണിച്ചു. ഏത് വേണേലും സെലക്ട് ചെയ്യാം. ഓരോ ഗ്രൂപ്പ് ഒന്നിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ക്ലിയർ ആണോ? നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ? എന്താ? 10:30 വരെയാ? അടുത്താ? അത് എത്ര മണിക്കാ? മിസ് പറഞ്ഞോ? മിസ് എപ്പോഴാന്ന് പറഞ്ഞോ? ഒരു മിനിറ്റ്. ഞാൻ വിളിക്കാം. 5 ദിവസം മതി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് എഴുതിയെടുത്തോ, ഇത്രയും ഡീറ്റെയിൽസ് എഴുതിയെടുക്കുക. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ. എഴുതിയെടുക്കുമല്ലേ? രഞ്ജിത മിസ് വെബിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. മിസ്സിൻ്റെ ക്ലാസ് തുടങ്ങാറായോ? അപ്പോൾ 10:30 വരെയാണല്ലോ എൻ്റെ ടൈം ടേബിൾ കണ്ടേ. എന്നാൽ ഞാനൊരു 5-10 മിനിറ്റിനുള്ളിൽ നിർത്താവേ. അപ്പോൾ എത്ര മണിയാക്കും? അല്ല, ടീച്ചറിന് സൗകര്യം എപ്പോഴാന്ന് പറഞ്ഞോ, ഞാൻ അതിനനുസരിച്ച് നിർത്തിക്കണം.
ആ എന്നാൽ ഞാനൊരു 10 മിനിറ്റ് നിർത്താം. അത് കഴിഞ്ഞ് 10:30 തുടങ്ങിക്കോ. 10:15 ഞാൻ നിർത്താം. 10:30 ഉണ്ടെന്ന് തോന്നുന്നു. അതാന്ന് തോന്നുന്നു. ഉണ്ടായിരിക്കും. അതായിരിക്കും. ഇപ്പോൾ പിള്ളേർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ടീച്ചറിൻ്റെ ക്ലാസ് 10 മണിക്ക് ഉണ്ടെന്ന്. ആ ശരി ശരി. എന്തായാലും ഞാൻ ഇപ്പം 5-10 മിനിറ്റിനുള്ളിൽ നിർത്താം. ശരി ഓക്കെ. ഓക്കെ. എഴുതിയെടുത്തോ? ഹലോ ഹലോ. എഴുതണം. ആ എഴുതണം. സ്നേഹ മിറണ്ട വീട്ടിൽ നിന്ന് ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. മിറണ്ടായ മുമ്പേ വിളിച്ചിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത് പറ്റിയായിരുന്നു? വൈഷ്ണവി PS ലെഫ്റ്റാ. നിങ്ങൾ ഫുൾ സ്ക്രീനിലല്ലേ മൊബൈലിൽ കാണുന്നവർ കാണുന്നത്? ആ അപ്പം അതിൻ്റെ അടി വരുന്ന വിൻഡോ ഇങ്ങനെ ടച്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് അറിയത്തില്ലേ? ആ അല്ലെങ്കിൽ ഞാൻ എഴുതിയെടുക്കുന്ന ഭാഗം കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. അതിൽ ടച്ച് ചെയ്തിട്ട് എടുത്തങ്ങ് മാറ്റിയാൽ മതി. ആ അല്ലെങ്കിൽ അത് എടുത്ത് മാറ്റിയാലും കുഴപ്പമില്ല. എടുത്ത് കളയാമെന്ന് തോന്നുന്നു. കളയത്തില്ലെന്ന് തോന്നുന്നു അല്ലേ? ചെറുതാക്കിടാൻ പറ്റുമോ? ഓ ചെറുതാക്കിയിടാം. സ്നേഹയുടെ വീട്ടിലാണോ കോഴി പോകുന്നത്? നേരം വെളുത്തേ ഉള്ളൂ അവിടെയൊക്കെ. എഴുതി കഴിയുമ്പോൾ പറയണം കേട്ടോ. എത്രയും പെട്ടെന്ന് എഴുതി തീർത്താൽ അത്രയും ബ്രേക്ക് കിട്ടും. 10:30 രഞ്ജിത ടീച്ചർ ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞു. എനിക്കിതൊന്ന് കാണിച്ചു തരാനുള്ള സമയം കൂടെ വേണം. ഇത് എഴുതി തീർത്താൽ ഓക്കെ കഴിഞ്ഞെന്നും പറഞ്ഞ് എക്സിറ്റ് ആയി പോകരുത്. കോഴി തന്നെയാണോ പോകുന്നത്? നെയിമിൽ കൊടുക്കുന്ന വാല്യൂ ആണ്. നെയിമിൽ കൊടുക്കുന്ന വാല്യൂ എന്താണോ അത് ഈക്വൽ ടു വാല്യൂവിൽ കൊടുക്കുന്നത്. അതായത് സെലക്ട് ചെയ്തതിൻ്റെ വാല്യൂവിലുള്ള ഓരോന്നിലും ആ ഫീൽഡിലെ ഓരോന്നിലെയും വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ അവിടുത്തെ വാല്യൂ ആണ് ഈക്വൽ ടു കഴിഞ്ഞു പോകുന്നത്. എന്താണോ അതിൻ്റെ പേര് അതായിരിക്കും പോവുക. അപ്പോൾ ജെൻഡർ ഈക്വൽ ടു ഫീമെയിൽ. ജെൻഡർ എന്ന് പറയുന്നതാണ് ഇൻപുട്ട് ടൈപ്പിൻ്റെ നെയിം. ഫീമെയിൽ എന്ന് പറയുന്നതാണ് സെലക്ട് ചെയ്തതിൻ്റെ വാല്യൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ശരി, ഇതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും.